സാരംഗി ബിൽഡേഴ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മറ്റൊരു വീടിന്റെ പുതിയ വിശേഷവുമായാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ട്രോപ്പിക്കൽ സ്റ്റൈലിൽ വരുന്ന ഒരു ബോക്സ് ടൈപ്പ് ഹൗസിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 6 സെന്റിൽ തീർത്ത ഈ ലക്ഷറി ഹൗസ് തിരുവനന്തപുരം കുണ്ടവൻ കടവിനടുത്ത് ജംഗ്ഷനിൽ നിന്നും 500 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ഇപ്പോൾ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി അവൈലബിൾ ആണ്. തിരുവല്ല ജംഗ്ഷനിൽ നിന്നും വെറും 2 കിലോമീറ്റർ ഡിസ്റ്റൻസ്. ഇതിന്റെ പ്രൈം ലൊക്കേഷൻ വരുന്നത് നല്ലൊരു കളർ പാറ്റേണിൽ ഡിസൈൻ വർക്ക്സും സ്പോട്ട് ലൈറ്റും നൽകി ഭംഗിയാക്കിയിട്ടുള്ള ഈ വീടിന്റെ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ഒരുപോലെ ആകർഷകമാണ്. ടാർ റോഡോട് കൂടിയ ഈ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ ബേസിക് റിക്വയർമെന്റ്സിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. ബാൽക്കണി, പാറ്റിയോ, സ്റ്റെപ്ഡ് മുറ്റം, തിയേറ്റർ റൂം എന്നിവയൊക്കെ ഈ വീടിന്റെ മറ്റ് ഹൈലൈറ്റിംഗ് ഫാക്ടേഴ്സ് ആണ്. 2450 സ്ക്വയർ ഫീറ്റിൽ 2 നിലകളായിട്ട് 4 ബെഡ്റൂമുകളോടെ പണികഴിപ്പിച്ചിട്ടുള്ള ഈ വീട് എസ്തെറ്റിക്സും യൂട്ടിലിറ്റിയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. തെക്ക് ദർശനത്തിലുള്ള ഈ വീടിന് സ്റ്റീൽ ഫാബ്രിക്കേറ്റ് ആയിട്ടുള്ള കാർ പോർച്ചും ടെമ്പേർഡ് ഗ്ലാസ് റൂഫും നൽകാനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. GA2 തീർത്ത 2 വലിയ സ്വിംഗ് ഗേറ്റ്സ് ഈ മുറ്റത്ത് വരുന്നുണ്ട്. മുറ്റത്തിനെ 2 ലെവൽസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാർ പോർച്ചിനെ ഉയർത്തി നൽകിക്കൊണ്ടുള്ള വ്യത്യസ്തമായ ഒരു പ്ലാനിംഗ് ആണ് ഫ്രണ്ട് യാർഡിൽ ചെയ്തിരിക്കുന്നത്. ബാംഗ്ലൂർ സ്റ്റോണിൽ ആർട്ടിഫിഷ്യൽ ഗ്ലാസ് കൂടെ നൽകിയപ്പോൾ ഈ മുറ്റത്തിന് മറ്റൊരു സ്റ്റൈൽ കൈവന്നിട്ടുണ്ട്. സിമന്റിൽ ചെയ്തെടുത്ത ബാക്ക് കോമ്പൗണ്ടിൽ ഇൻസനറേറ്റിംഗ് പ്രൊവിഷനും അലക്കുകല്ലും നൽകിയിരിക്കുന്നത് കാണാം. ഈ വീടിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ഈ കാണുന്ന പാറ്റിയോ. ഇന്റീരിയർ സ്പേസ് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ മൊസൈക് ഡിസൈനിൽ പോളിഷ്ഡ് ഫിനിഷിൽ വരുന്ന ഫ്ലോറിംഗ് ഈ സിറ്റ് ഔട്ടിന് നൽകിയിട്ടുണ്ട്. 13x4 അടിയിലെ നീളമേറിയ സിറ്റ് ഔട്ടിന് മൊത്തത്തിൽ കവർ ചെയ്തു വരുന്ന ഈ സ്റ്റെപ്സ് നല്ലൊരു വൈഡ് ഫീൽ നൽകുന്നു. തേക്കിൽ തീർത്ത ഗ്ലാസ് വിൻഡോസും സിമ്പിൾ ഡിസൈനിൽ ലോങ് ഹാൻഡിൽസോട് കൂടി നൽകിക്കൊണ്ടുള്ള ഡബിൾ സ്വിംഗ് ഫ്രണ്ട് ഡോറുമാണ് ഇവിടെ വരുന്നത്. ഇന്റീരിയർ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ സിറ്റ് ഔട്ടിൽ നിന്നും നേരെ കയറി ചെല്ലുന്നത് ലിവിംഗ് സ്പേസിലേക്കാണ്. വുഡ് ഫിനിഷിലെ ഒരു TV യൂണിറ്റും നമുക്ക് അവിടെ കാണാം. ബ്ലാക്ക് ടെസ്റ്റേഡ് ബാക്ക്ഗ്രൗണ്ടിൽ വുഡൻ ഫിനിഷിംഗിൽ സ്റ്റോറേജ് ആൻഡ് ഷെൽഫ് ഫെസിലിറ്റിയോട് കൂടിയതാണ് ഈ TV യൂണിറ്റ്. 12x12 അടിയിൽ വരുന്ന ഈ ലിവിംഗിന് വെന്റിലേഷന് വേണ്ടി 2 വലിയ വിൻഡോസ് തന്നെ വരുന്നുണ്ട്. ട്രഡീഷണൽ വീടുകളെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ഈ സീലിംഗിൽ ലൈറ്റ്സും നൽകി മനോഹരമാക്കിയിട്ടുണ്ട്. മറ്റു വീടുകളിൽ നിന്നും വ്യത്യസ്തമായ ലിവിംഗിനോട് ചേർന്ന ഒരു പൂജാ റൂം ഇവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലിവിംഗിൽ നിന്നും ഡൈനിങ് സെപ്പറേറ്റ് ചെയ്യുന്നത് മറ്റൊരു ഡിസൈൻഡ് പാർട്ടീഷൻ ഷെൽഫാണ്. 14x12 അടിയിൽ വരുന്ന ഈ ഡൈനിങ് ഏരിയ ആണ് വീടിന്റെ മറ്റ് ഫീച്ചേഴ്സിലേക്കുള്ള ഒരു കോമൺ ഏരിയ. ഫ്ലോട്ടിംഗ് സ്റ്റെയറും വാൾപേപ്പറും ഒരു വലിയ ഡിസൈൻഡ് വാഷ് കൗണ്ടറും ഒക്കെ ഈ ഡൈനിങ്ങിനെ ഗംഭീരമാക്കുന്നുണ്ട്. ഗോൾഡൻ ഫിനിഷിലുള്ള വാഷ് ബേസിനും ടാപ്പും ഒരു ലക്ഷറി ലുക്ക് നൽകുമ്പോൾ പാനലിംഗിനോട് കൂടിയ ആ മിറർ അതിനെ എൻഹാൻസ് ചെയ്യിക്കുന്നു. ഗ്ലാസ് ഷെൽഫോട് കൂടിയ സ്റ്റോറേജ് ഫെസിലിറ്റി കൂടി വരുന്ന ഈ കൗണ്ടർ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഈ ഡൈനിങ്ങിൽ നിന്നുള്ള എൻട്രിയാണ് ബെഡ്റൂംസിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രൈവസി ഒരുക്കിക്കൊണ്ടുള്ള ഒരു പ്ലാൻ തന്നെയാണ് ഈ വീടിന്റേത്. ഡൈനിങ്ങിൽ നിന്നും കണക്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ലക്ഷറി ഫീച്ചർ ആണ് ഈ പാറ്റിയോ. ടെക്സ്ചർ വർക്കോട് കൂടിയ ഈ ഏരിയയുടെ എൻട്രി നീളമേറിയ സ്റ്റെപ്സും ടെമ്പേർഡ് ഗ്ലാസിൽ തീർത്ത വീതിയേറിയ ഡോർസുമായിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇൻഡോർ ഗാർഡനിങ് കൂടെ വരുമ്പോൾ നല്ലൊരു റിലാക്സിംഗ് സ്പേസ് തന്നെയായിരിക്കും ഇത്. ഗ്ലാസ് ഡോർ മാത്രമല്ല, പ്രൈവസി കൂടി മുൻനിർത്തി ലോക്ക് ഫെസിലിറ്റിയോട് കൂടി വരുന്ന ബ്ലാക്ക് ഔട്ട് ബ്ലൈൻഡ്സും ഈ ഓപ്പണിംഗിൽ വരുന്നുണ്ട്. ഇനി അടുത്തതായി കാണേണ്ടത് വർക്ക് ഏരിയയോട് കൂടിയ മോഡുലാർ കിച്ചൺ ആണ്. നല്ലൊരു വൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡിൽ ഈ കൗണ്ടേഴ്സ് എല്ലാം തന്നെ മറൈൻ പ്ലൈവുഡിൽ അക്രിലിക് ലാമിനേറ്റ് നൽകിയാണ് ഭംഗിയാക്കിയിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിൽസോട് കൂടി അപ്പർ ആൻഡ് ബോട്ടം സ്റ്റോറേജ് സ്പേസ് എല്ലാ മോഡേൺ ഫെസിലിറ്റീസും നൽകി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് കൗണ്ടർ ടോപ്പിനായി നാനോ വൈറ്റ് യൂസ് ചെയ്തപ്പോൾ പാറ്റേൺ ഡിസൈൻ വരുന്ന വോൾ ടൈൽസും പ്രൊഫൈൽ ലൈറ്റ്സും നൽകി കിച്ചൺ അട്രാക്റ്റീവ് ആക്കി. ഫേവർ ചിമിനിയും മൾട്ടി ഫംഗ്ഷണൽ സിങ്കും ഇവിടുത്തെ മറ്റു ഫെസിലിറ്റീസ് ആണ്. കിച്ചണോട് ചേർന്നുള്ള ഈ വർക്ക് ഏരിയ സിങ്കും വർക്കിംഗ് സ്പേസും നൽകിയാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിലെ ആന്റിസ്കേറ്റ് വുഡൻ ഫേസ്ഡ് ടൈൽസ് സേഫ്റ്റിയും ലുക്കും നൽകുന്നുണ്ട്. അടിയിലെ ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ ബെഡ്റൂം ചെറിയൊരു പാസേജോട് കൂടിയാണ് എൻ്റർ ചെയ്യുന്നത്. വളരെ വ്യത്യസ്തവും ഭംഗിയുള്ളതുമായ ഒരു ടൈൽ പാറ്റേണും അതിനോട് കോംപ്ലിമെന്റ് ചെയ്യുന്ന വാൾപേപ്പറുമാണ് ഇവിടെ വരുന്നത്. മോഡേൺ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉള്ള ഈ ബാത്റൂമിൽ വെർട്ടിഫൈഡ് വാൾ ടൈൽസും മാറ്റ് ഫിനിഷ്ഡ് ഫ്ലോർ ടൈൽസും നൽകിയിട്ടുണ്ട്. ഗ്രോഹ ആൻഡ് പാരിയോർ ബ്രാൻഡഡ് ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സ്പേസ് സെപ്പറേഷനോട് കൂടിയ ഈ ടോയ്ലറ്റിൽ ലെറ്റ് വാളോട് കൂടിയ വോൾ മൗണ്ടഡ് ക്ലോസറ്റും ഹാൻഡ് ഷവർ ഉൾപ്പെടുന്ന മറ്റ് ഫിറ്റിംഗ്സും ബ്രാൻഡഡ് പ്രോഡക്ട്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്ലൈവുഡിൽ ലാമിനേറ്റ് കോട്ടിങ്ങോട് കൂടിയ മീഡിയം സൈസ്ഡ് വാർഡ്രോബ് ഇവിടെ വരുന്നുണ്ട്.
ഗ്രൗണ്ട് ഫ്ലോറിലെ ഈ സെക്കൻഡ് ബെഡ്റൂം 12x12 അടിയിലാണ്. അതുകൊണ്ട് തന്നെ വീതിയേറിയ ഒരു വാർഡ്രോബും ചെറിയൊരു സ്റ്റഡി യൂണിറ്റും ഒരുക്കിക്കൊണ്ടുള്ളതാണ് ഇവിടുത്തെ ഇന്റീരിയർ വർക്ക്. സെയിം പാറ്റേണിലെ അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് ഇവിടെയും വരുന്നത്. വാൾ മൗണ്ടഡ് TV ഫെസിലിറ്റി കൂടെ ഈ ഡിസൈനിന്റെ വാളിൽ നൽകിയിട്ടുണ്ട്. ഡൈനിങ്ങിന്റെ മറ്റൊരു അട്രാക്ഷൻ ആണ് ഈ ഫ്ലോട്ടിംഗ് സ്റ്റെയർ. മലേഷ്യൻ വുഡ് ഫിനിഷിൽ മൈൽഡ് സ്റ്റീൽ ഫ്രെയിം കൊണ്ട് വളരെ പെർഫെക്ഷനോട് കൂടിയാണ് ഈ യു ഷേപ്ഡ് സ്റ്റെയർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സേഫ്റ്റി കൺസേണോട് കൂടിയാണ് സ്റ്റെയറും ഹാൻഡ് റെയിലും പണിതീർത്തിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റും ടെമ്പേർഡ് ഗ്ലാസോടും കൂടിയ ഹാൻഡ് റെയിൽ കൂടെ ആയപ്പോൾ ഒരു ലക്ഷറി ടച്ച് തന്നെ ഇതിന് വന്നിട്ടുണ്ട്. വാൾപേപ്പറും ലോങ് ഫ്രെയിം വിൻഡോയും വരുന്ന ഈ സ്റ്റെയർ ഏരിയയ്ക്ക് ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്യാനായി ഒരു ഡെക്കറേറ്റീവ് ലൈറ്റ് കൂടെ ഇവിടെ വരുന്നുണ്ട്. 14x10 അടിയിലെ അപ്പർ ലിവിംഗിലേക്കാണ് ഈ സ്റ്റെയർ കയറി ചെല്ലുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ളതുപോലെ ഒരു ചെറിയ ഇടനാഴിയോട് കൂടിയ ഈ ബെഡ്റൂമിന്റെ വലിപ്പം 12x11 അടിയാണ്. സൗകര്യപ്രദമായ പ്ലൈവുഡിൽ തീർത്ത വാർഡ്രോബ് ഈ ബെഡ്റൂമിലും നൽകിയിട്ടുണ്ട്. മോഡേൺ ശൈലിയിൽ ഈ അറ്റാച്ച്ഡ് ബാത്റൂമിൽ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ടൈലിംഗ് ചെയ്തിരിക്കുന്നത്. 13x5 അടിയിലെ ഗ്ലാസ് ഹാൻഡ് റെയിലോട് കൂടിയ ഈ ബാൽക്കണി ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ബാൽക്കണിയും ഓപ്പൺ പ്രൈവറ്റ് സ്പേസ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ വന്നിട്ടുള്ള 15x12 അടിയിലെ മറ്റൊരു ബെഡ്റൂമാണിത്. സിമിലർ സ്റ്റൈലിലുള്ള ഈ ബെഡ്റൂമും പ്രൈവറ്റ് ബാൽക്കണി സ്പേസോട് കൂടിയതാണ്. 11x4 അടിയിലെ ഈ ബാൽക്കണിയും ഒരു റിഫ്രഷ് ഫീൽ നൽകുന്നുണ്ട്. അടുത്തതായി പോകുന്നത് അപ്പർ ലിവിംഗിൽ നിന്നും ആക്സസിബിൾ ആയിട്ടുള്ള 13x4 അടിയിലെ കോമൺ ബാൽക്കണിയിലാണ്. ആന്റിസ്കേറ്റഡ് ടൈൽസും ഗ്ലാസ് ഹാൻഡ് റെയിലും ലുക്കും സേഫ്റ്റിയും ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഈ ബാൽക്കണിയോട് ചേർന്ന് കാണുന്ന ഈ റൂം ഹോം തിയേറ്റർ അറേഞ്ച്മെന്റ്സിന് വേണ്ടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. 11x11 അടിയിൽ വരുന്ന ഈ റൂമിൽ ഇലക്ട്രിക് കണക്ഷൻസ് എല്ലാം തന്നെ അതിനുതകുന്ന രീതിയിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ടെറസ് ആക്സസിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ഹാൻഡ് റെയിൽസ് ഈ ഓപ്പൺ ടെറസിൽ നിന്നുമാണ് നൽകിയിരിക്കുന്നത്. കോൺക്രീറ്റിൽ ചെയ്തെടുത്ത സ്ലോ പ്രൂഫ് ഷിംഗിൾസ് നൽകി മനോഹരമാക്കിയിരിക്കുന്നു. വിശാലമായ ഈ ടെറസിൽ തന്നെയാണ് 750 ലിറ്റർ PVC ഓവർഹെഡ് ടാങ്ക്സും വരുന്നത്. വാട്ടർ കണക്ഷനും വെല്ലും ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ള പ്രൊവിഷൻസ് ആണ്. വാഷിംഗ് മെഷീൻ പ്രൊവിഷനോട് കൂടിയ ഒരു യൂട്ടിലിറ്റി റൂം തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗോൾഡ് മെഡലിന്റെ ഫിറ്റിംഗ്സോട് കൂടി കൃത്യതയോടുള്ള ഇലക്ട്രിക് വർക്ക്സ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മറ്റ് തടിപ്പണികളെല്ലാം തീർത്തിരിക്കുന്നത് മഹാഗണിയിലും ആഞ്ഞിലിയിലുമാണ്. ഇലക്ട്രിക് കണക്ഷൻ 3 ഫേസ് ആണ് നൽകിയിരിക്കുന്നത്. വെൽ അറേഞ്ച്ഡ് ആയി കൃത്യമായ പ്ലാനിങ്ങും ഡിസൈനോടും കൂടി കംപ്ലീറ്റ് ചെയ്ത ഒരു 4 BHK ഹൗസ് തന്നെയാണിത്. 6 സെന്റിൽ 2450 സ്ക്വയർ ഫീറ്റിൽ പണിതീർത്തു വരുന്ന ഈ 4 BHK ഹൗസിന്റെ വില 90 ലക്ഷം രൂപയാണ്. ഇത് തീർത്തും നെഗോഷ്യബിൾ തന്നെയാണ്. ഹോം ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. കുന്നവൻകടവ് ജംഗ്ഷനിൽ നിന്നും വളരെ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഈ മനോഹരമായ വീടിന് വേണ്ടി നിങ്ങൾക്ക് സാരംഗി ബിൽഡേഴ്സിനെ കോൺടാക്ട് ചെയ്യാം.